ചേട്ടാ, റാപ്പർ വേടന്റെ പുലിപ്പല്ല് മാലയുമായി ബന്ധപ്പെട്ട കേസിൽ കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായിട്ടുള്ള അധീഷിനെ അച്ചടക്ക നടപടിയുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥലം മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് അധീഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സ്ഥിരീകരിക്കാത്ത ഒരു വിവരം വേടനെ പറ്റി പറഞ്ഞു. അപ്പം വേടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്കിടയിൽ വലിയൊരു ഓളമുണ്ടാക്കിയൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞ ഇതാണ്, അമ്മയ്ക്കും, അതായത് വേടന്റെ അമ്മയ്ക്കും അദ്ദേഹത്തിന് ഈ മാല സമ്മാനിച്ച രഞ്ജിത്തിനും വേടനും ശ്രീലങ്കൻ ബന്ധമുണ്ടെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. അപ്പം ഒരു സ്ഥിരീകരിക്കാത്ത വിവരത്തെ പറ്റി ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന്, അതും പ്രത്യേകിച്ച് വേടനെ പോലുള്ള ഒരാളെ പറ്റി ഇങ്ങനെ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹം ഈ പുലിപ്പല്ലെന്നൊക്കെ കേട്ടപ്പോൾ പെട്ടെന്ന് ഈ ഉദ്യോഗസ്ഥൻ വിചാരിച്ചത് തമിഴ് പുലിയായിരിക്കും, അവിടെ ആ ഒരു ചിന്തയായിരിക്കും അദ്ദേഹത്തിനുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ ഒന്ന് സ്റ്റാറാകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഭരത്ചന്ദ്രൻ മോഡൽ കളിച്ചതാണ്. പക്ഷെ അത് ചീറ്റിപ്പോയി. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പലർക്കും ഈ ചരിത്രത്തെക്കുറിച്ച് വലിയ ധാരണയില്ല. അതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ നമ്മൾ പണ്ട് സിലോണിൽ പോകുന്ന ആളുകളുണ്ട്. സിലോൺ എന്ന് പറഞ്ഞാൽ ശ്രീലങ്ക. നമ്മൾ UK യിലും ഗൾഫിലും അമേരിക്കയിലും ഒക്കെ ഇപ്പോൾ ജോലിക്ക് പോകുന്നത് പോലെ പഴയ ഒരു തലമുറ സിലോണിൽ പോകും. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആളുകളെ സിലോൺകാരെന്ന് വിളിക്കും, സിലോൺകാർ. അപ്പോൾ ഈ തമിഴ് പുലികളും അവിടുത്തെ ഗവൺമെൻറ്റുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലൊക്കെ, യുദ്ധം രൂക്ഷമാകുന്ന സമയത്ത് പ്രഭാകരൻ എന്ന് പറയുന്ന ആളായിരുന്നു അതിൻ്റെ നേതാവ്. അറിയാമോ? ഇല്ല. അദ്ദേഹമാണ് രാജീവ് ഗാന്ധിയെ LTT. അപ്പോൾ ആ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് മലയാളികളായ ഇവിടുന്ന് പോയ മലയാളികളായിട്ടുള്ള കുടുംബം ഇപ്പോൾ എൻ്റെ നാട്ടിലുണ്ടായിരുന്നു. അവർ തിരികെ നമ്മുടെ നാട്ടിലേക്ക് വന്നു. അപ്പോൾ അവരെയും നമ്മൾ സിലോൺകാരെന്നാണ് പറയുന്നത്. എന്തെങ്കിലും ചേർത്ത് പറയുമ്പോൾ അവരുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ സിലോൺ എന്നുള്ള വിശേഷണ പദവും കൂടെ ചേർത്തിട്ടാണ്. അപ്പോൾ അവരെ പെട്ടെന്ന് തിരിച്ചറിയും. അപ്പോൾ അങ്ങനെ പോയ ഒരുപാട് ആളുകളുണ്ട്. വേടൻ്റെ അമ്മയും അങ്ങനെ ഒരു ശ്രീലങ്കൻ അഭയാർത്ഥിയാണ്. അതിപ്പോൾ വേടൻ്റെ കുറ്റമല്ലല്ലോ, വേടൻ്റെ അമ്മ അങ്ങനെ ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് അത് വേടൻ്റെ ഒരു കുറ്റമല്ല. അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ ഇവർ ചെയ്യേണ്ടിയിരുന്നത് കുറച്ചുകൂടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ജാഗ്രത പുലർത്തണമായിരുന്നു. മാധ്യമങ്ങൾ ക്യാമറയൊക്കെ കാണുമ്പോഴത്തേക്ക് എന്തും വിളിച്ചു പറയുക, അത് അമിത ആവേശം, ഒരു ആവേശ കമ്മിറ്റിക്കാരായി മാറരുത്. അപ്പോൾ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞാൽ അത് പിന്നീട് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ CPM-ഉം CPI ഭരണപക്ഷത്തുള്ള പ്രധാനപ്പെട്ട 2 കക്ഷികൾ, ആ കക്ഷികൾ വേടൻ അനുകൂലമായി നിലപാടെടുക്കുന്നു. അപ്പോഴത്തേക്ക് വനം വകുപ്പ് അതിനകത്ത് പെട്ടുപോയി. പിന്നെ അതിനകത്തുനിന്ന് എങ്ങനെ ഈ കുരുക്കഴിക്കാം എന്നുള്ളതാണ്. ഈ കഞ്ചാവ് കേസിൽ വേടനെ പിടിക്കുന്നു, കഞ്ചാവ് കേസിൽ സ്റ്റേഷൻ ജാമ്യം കിട്ടുന്നു, അതവിടെ തീർന്നു. അത് കഴിഞ്ഞിട്ടാണ് വനം വകുപ്പ് ചാടി വീഴുന്നത്. വനം വകുപ്പ് ഇയാൾ പുലിപ്പല്ല് ധരിച്ചിരിക്കുന്ന, ഈ ഇത്തരം മാലകളൊക്കെ ധരിക്കുന്ന വേറെയും സെലിബ്രിറ്റീസൊക്കെ ഉണ്ട്, അവരുടെ പിന്നാലെ പോകുന്നില്ല. അപ്പോൾ വേടൻ്റെ പിന്നാലെ അപ്പോൾ ജനത്തിന് തോന്നിയത് ഇയാളെ വേട്ടയാടുകയാണ്, വേടനെ വേട്ടയാടുന്നു. വേടൻ ഒരു എന്താ പറയുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് വേടനെ വേട്ടയാടുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാരണം വെച്ചിട്ട് വേടനെ വേട്ടയാടുന്നു എന്നുള്ളൊരു തോന്നൽ ജനത്തിനിടയിലുണ്ടായി. ഇതുകൊണ്ടുള്ള ഗുണമുണ്ടായത് വേടനാണ്. കാരണം വേടനെ അറിയാത്ത തലമുറയിൽപ്പെട്ട ആളുകളുമുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ വേടനെ അറിയാം, ജനറേഷനെല്ലാം അറിയാം. പിന്നെ നമ്മുടെ ഫോണിൽ സ്ഥിരമായി ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേടനെ അറിയാം, വേടൻ്റെ പാട്ട് ഇഷ്ടമാണ്. പക്ഷെ അതറിയാത്ത ഒരു വിഭാഗം ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കും കൂടെ അവർ പിന്നെ സെർച്ച് ചെയ്യാൻ തുടങ്ങി, ആരാണ് വേടൻ. വേടൻ ആരാധകർ കൂടി. അതാണ് സംഭവിച്ചത്. വേടൻ്റെ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ചില ആളുകളുടെ പാട്ടുകളുണ്ട്, അതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് എന്ന് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ വലിയൊരു ഗായകൻ ഒരു സ്റ്റേജ് ഷോയ്ക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പുള്ളി 1 മണിക്കൂറായിട്ടും എന്ന് മാത്രമല്ലാതെ വേറൊരു വരി പാടുന്നില്ല. അത് കേട്ടായിരുന്നു, ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതെ, അതുപോലെയല്ല വേടൻ കൃത്യമായി അയാളുടെ നിലപാടും അയാളുടെ രാഷ്ട്രീയവും മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയും എല്ലാം അയാൾ തന്നെ എഴുതുന്ന വരികളാണ്, ആ വരികളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടെയാണ് അയാളെ ആളുകൾക്ക് ഇഷ്ടം. അത് മാത്രമല്ല, അയാളിപ്പോൾ ഒരു സ്റ്റേജിൽ അയാൾക്ക് എങ്ങനെ ജനത്തിനെ കയ്യിലെടുക്കണം എന്നറിയാം. വെറുതെ വന്ന് പാടിപ്പോകുന്ന ഒരാളല്ല, ഒരു ഹൃദയം കൊണ്ട് സംവദിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ വേടൻ ഇടുക്കിയിൽ വന്നു, ഇടുക്കി വാഴത്തോപ്പിൽ വന്നപ്പോഴും അവിടെ ഒരുപാട് ആളുകളെ ആ സ്റ്റേജിൽ ആ വേദിയിലേക്ക് പരിപാടിക്ക് അകത്ത് കയറ്റാൻ പറ്റില്ല. പക്ഷെ എന്നാലും വേടൻ എന്ന് കേൾക്കുമ്പോൾ ഒഴുകി വരുന്ന ജനമുണ്ട്. അപ്പോൾ വേടനെ വലിയ സ്വീകരണമാണ്. ഈ പോലീസുകാർ തന്നെ വേടനെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുപോകുന്നു, പിടിച്ചുകൊണ്ട് പോയ പോലീസുകാർ തന്നെ വേടനെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുപോകുന്നു, വലിയ സെക്യൂരിറ്റി കൊടുക്കുന്നു. നമ്മളത് അംഗീകരിക്കണം. കാരണം വേടൻ എന്ന് പറയുന്ന ഒരു ഗായകനെ പുതിയ തലമുറയിൽപ്പെട്ടവരായാലും പിന്നെ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ആളുകളായാലും അയാളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മളിപ്പോൾ അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഏത് വേടൻ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ്
നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം, വേടനെ ഒന്നും എനിക്കറിയത്തില്ല എന്നൊക്കെ പറയാം. പക്ഷെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ശ്രീകുമാർ അങ്ങനെ ഒരു അങ്ങനെയൊക്കെ പറയുന്നത് പോലെ നമുക്ക് പറയാം. ഒരു പക്ഷേ ആ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയതിനെക്കുറിച്ച് അങ്ങനെ നമ്മളൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളാകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളുകളാണ്. ഏകദേശം ആ ഫീൽഡിൽ അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നുന്ന ആളുകളെയൊക്കെ നമുക്കറിയാം. നേരിട്ട് പരിചയമില്ലെങ്കിൽ പോലും നമുക്ക് ഇന്നാര് എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ഗായകൻ എന്നുള്ള നിലയിൽ, ആ ഫീൽഡിൽ നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ ഇദ്ദേഹത്തെ അറിഞ്ഞുകൂടായിരുന്നു എന്ന് പറയുന്നതിൽ ഒരു കാമ്പില്ലായ്മയുണ്ട് എനിക്ക്. കാരണം അയാൾ പാടിയ ഒന്നുകൊണ്ട് മഞ്ഞുമൽ ബോയ്സിലെ പാട്ട് വരുന്നു. അയാളുടെ വേറെ സ്റ്റേജ് ഷോയിലെ പാട്ടൊന്നും കേൾക്കണ്ട, മഞ്ഞുമൽ ബോയ്സിൽ വേടൻ പാടിയ പാട്ട്, ആ പാട്ട് വലിയ ഹിറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഫീൽഡിൽ നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ അറിയേണ്ടതാണ്, അല്ലെങ്കിൽ അന്വേഷിക്കും ഇതാരാ പാടിയിരിക്കുന്നത്, അത് ഇന്നാരാന്ന് പറയും. അപ്പം അതൊക്കെ അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ ഇത്രയും വർഷങ്ങളോളം എം ജി ശ്രീകുമാർ പാടി തെളിഞ്ഞ ഒരു ഫീൽഡാണ് സിനിമാ ഫീൽഡ്. പക്ഷേ വേടൻ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സാധാരണപ്പെട്ട ആളുകളിൽ വലിയൊരു ഇടം നേടാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ ഉൾപ്പെടെ വേടൻ്റെ കട്ട ആരാധികയാണ്. അതാ ഞാൻ പറഞ്ഞത്, അതായത് ആ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഈ വേടൻ്റെ ഇഷ്യൂ വരുന്നതിന് മുമ്പ് വരെ അറിയാത്ത ആളുകളുണ്ടായിരുന്നു. ആരാണ് വേടൻ എന്ന് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം ഞാനും ഈ വേടൻ്റെ പാട്ടൊക്കെ കേൾക്കുന്നത് ആദ്യകാലത്ത് നമ്മളിങ്ങനെ കണ്ടുപോകും. പിന്നീട് നമ്മൾ കേട്ടു തുടങ്ങിയപ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നി. കാരണം വരികളോട് നമുക്ക് പ്രത്യേക ഇഷ്ടമുണ്ട്. സ്റ്റേജിൽ യഥാർത്ഥത്തിലൊരു സ്റ്റേജ് പെർഫോമറാണ്. അപ്പോൾ ആ സ്റ്റേജ് പെർഫോമർ എന്നുള്ള നിലയിൽ വേടൻ വലിയ വിജയമാണ്. അയാളെ കാണാൻ എത്രയോ ആളുകളാണ്, ആയിരക്കണക്കിന് ആളുകളാണ് ആ ഗായകൻ. അപ്പോൾ അതിലൊക്കെ വേണമെങ്കിൽ പറയാം ഇയാൾ ഇങ്ങനെ പാടിയെങ്കിൽ ഇപ്പം കുറേ നാൾ കഴിയുമ്പോൾ അങ്ങനെയല്ലല്ലോ അതിൻ്റെ മറുപടി. അപ്പോൾ അയാളെ കാണാൻ എന്തുകൊണ്ട് ആളുകൾ വരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ആ മനുഷ്യനെ കാണാൻ എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് ആളുകൾ വരികയാണ് വേടനെ കാണാൻ വേണ്ടിയിട്ട്. അകത്ത് കയറാൻ പറ്റുന്നില്ല, ജനക്കൂട്ടം കാരണം നിയന്ത്രിക്കാൻ പറ്റാതെ വേടനെ തന്നെ പരിപാടി അവസാനിപ്പിക്കേണ്ടി വരുന്നു. മറ്റൊരു കാര്യം, അയാൾക്ക് പറ്റിയ തെറ്റ് അയാൾ ന്യായീകരിച്ച് മെഴുകിയൊന്നുമില്ലല്ലോ. എനിക്ക് പച്ചയായിട്ട് പറഞ്ഞു. അയാൾ ഇപ്പോൾ ഈ ഇടുക്കി വന്നിട്ടും പറഞ്ഞു എന്നെ ഉപദേശിക്കാൻ ആരും ഇല്ലായിരുന്നു, എനിക്ക് ചില തെറ്റുകളൊക്കെ പറ്റിപ്പോയി, എന്നെ അങ്ങനെ ചില കാര്യങ്ങളിൽ എന്നെ അനുകരിക്കരുത്. അത് അയാൾക്കറിയാം. കൊച്ചുകുട്ടികൾ അയാളെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ആരാധിക്കുന്ന ആ കൊച്ചുകുട്ടികളോട് പറയുകയാണ് എന്നെ അനുകരിക്കരുത്, എനിക്ക് ചില കാര്യങ്ങളിൽ തെറ്റുപറ്റിപ്പോയി, ചില കാര്യങ്ങളിൽ എന്നെ അനുകരിക്കാൻ പാടില്ല, എന്നെ ഉപദേശിക്കാൻ ആരുമില്ലായിരുന്നു. ചിലപ്പോൾ ഒരു 25 വയസ്സിലാണ് ആദ്യത്തെ ആൽബം വരുന്നത്. അപ്പോൾ തൊട്ട് പ്രശസ്തനാകുകയാണ്, ധാരാളം പണം കൈവരും. അപ്പം ഈ ഒരു പ്രശസ്തി എന്ന് പറയുന്നത് വരുന്നു, പണം വരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ എങ്ങനെ ജീവിക്കണം എന്ന് ഉപദേശിച്ചു കൊടുക്കാൻ ആളില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ചെറുപ്പമാണ്. അപ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമുള്ള പണം നമ്മുടെ കൈ വരുന്നു, ഇതെന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. പിന്നെ പ്രശസ്തി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പല പ്രശസ്തർക്കും സംഭവിക്കുന്നത് അവരിങ്ങനെ കൊണ്ടുകിടന്ന ആളുകൾ വഷളാക്കിക്കൊണ്ട് അപ്പോൾ അവർക്കറിയാൻ പറ്റില്ല. നമ്മുടെ പ്രഗത്ഭരായിട്ടുള്ള പല നടന്മാരും അങ്ങനെ അവരുടെ ജീവിതം ഇല്ലാതായി പോയ ആളുകളാണ്. അവരെ കൊണ്ടു കിടക്കുക, അവരെ മദ്യമായാലും മറ്റെന്തായാലും അവരെ കൊടുക്കുക. അപ്പോൾ ആ ഓളത്തിൽ ഇങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഇദ്ദേഹത്തിനും പറ്റിയത്, ഇദ്ദേഹം ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നു, ലഹരി ഉപയോഗിക്കുന്നു. അപ്പോൾ അദ്ദേഹം പല സ്റ്റേജിലും വന്ന് സിന്തറ്റിക് ഡ്രഗിനെതിരെ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ അദ്ദേഹം സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ധൈര്യമായിട്ട് പറയാം. പക്ഷേ പിന്നീട് ഇത് പിടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് തന്നെ പറഞ്ഞു ഞാൻ ഉപയോഗിക്കുന്ന ആളാണ്, കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ അതിനപ്പുറം മാധ്യമങ്ങളെ കാണുമ്പോൾ മറ്റ് ന്യായീകരണങ്ങളൊന്നും പറയാതെ കൃത്യമായി എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണം എന്ന് പറയാനുള്ള ആർജവം ആ കലാകാരനുണ്ടായി. അതായത് നമ്മുടെ ഒരു പാട്ട് എന്ന് പറയുന്നത് ഇപ്പോഴും ആ പാട്ട് എന്തുകൊണ്ട് കേൾക്കുന്നു എന്ന് വെച്ചാൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആ പാട്ടിൻ്റെ താളവും ആ വരികളും എന്ന് പറഞ്ഞാൽ മണ്ണിനെ സ്നേഹിച്ച, മണ്ണിൽ പണിയെടുത്ത, അല്ലെങ്കിൽ ഈ എന്താ പറയുന്ന അടിയാളറായി ജീവിച്ച മനുഷ്യരുടെ ശബ്ദമാണ് ആ പാട്ട്. പിന്നെ അതിൻ്റെ ഒരു ഒരു റിതമുണ്ട്. ആ റിതം എന്ന് പറയുന്നത് തന്നെ നമ്മൾ മനുഷ്യനുണ്ടായ കാലം മുതലുള്ള പാട്ടിൻ്റെ റിതമാണ്. നമ്മൾ അതുകൊണ്ട് അത് ജൈവികമായി നമുക്കതിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആലോചിച്ച് നോക്കി എത്രയോ കൊച്ചുകുട്ടികൾ ഇപ്പം പല ഗായകരെയും അറിയാത്ത ഈ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളുണ്ട്. അവർക്ക് വേടൻ എന്ന് പറയുന്ന അയാൾ പാടുന്ന പാട്ടിൻ്റെ അർത്ഥം, ചിലപ്പോൾ വരികളുടെ അർത്ഥം മനസ്സിലാകണമെന്നില്ല. പക്ഷേ അവരുടെ ഉള്ളിലേക്ക് ഈ സാധനം കയറും. അവർക്കത് പിന്നീട് അവർക്ക് കുറച്ചുകൂടെ മുതിരുമ്പോൾ അവർക്ക് മനസ്സിലാകും, ആ വേടൻ പാടിയത് ഇങ്ങനെയാണല്ലോ പാടിയത്, മനുഷ്യരെ സ്നേഹിക്കണം എന്ന് വേടൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന, ഞാൻ പാട്ട് പാടി എൻ്റെ കണക്ക് പറഞ്ഞ് കാശും വാങ്ങിച്ചു പോകുക എന്നുള്ളതല്ല.
വേടന്റെ അറസ്റ്റ് വന്നപ്പോ തന്നെയും സോഷ്യൽ മീഡിയയിലാകെ കൊച്ചു പിള്ളേരാണ് വീഡിയോ ഇടുന്നത്. വേടനെ വേഗം ഇറക്കണം, ഞങ്ങൾക്ക് വേടനെ ഉടനെ കാണണം എന്നൊക്കെ പറഞ്ഞ് കൊച്ചു പിള്ളേരാണ്. ഞാൻ കണ്ട ഒരു വീഡിയോ എന്ന് പറഞ്ഞാല് ഒരു പ്രായം ചെന്ന മനുഷ്യൻ അവിടെ കളവൊക്കെ വരച്ചിട്ട് മന്ത്രവാദം ചെയ്യുകയാണ്. വേടനെ ഉടൻ തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് എൻ്റെ മൂർത്തികൾ ഇറക്കും എന്നൊക്കെ പറഞ്ഞ് മന്ത്രവാദം കൂടോത്തരം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ അത് പ്രായമുള്ളൊരു മനുഷ്യൻ, എനിക്കൊന്ന് 70-75 വയസ്സുണ്ട്, ആരാധകനാണ്. അപ്പോൾ എല്ലാ തരം മനുഷ്യർക്കും വേടനെ ഇഷ്ടമാണ്. അത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ എത്ര പാട്ട് പാടി എന്ന് പറഞ്ഞാലും മനുഷ്യനെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളൊരു നല്ല പാട്ട് പാടണേ എന്ന് പറയുമ്പോൾ തൻ്റെ വീട്ടിൽ ചെന്നങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ജനത്തിന് ഇഷ്ടമാണോന്നില്ല. എത്ര മഹാഗായകനായാലും അയാൾ നമ്മളെ ഇങ്ങനെ ആക്കിയതാരാ എന്നുള്ള ചിന്ത വേണം. അപ്പോൾ ആ ചിന്ത വേടനുണ്ട്. എന്നെ ഈ നിലനിർത്തുന്നത് ഈ ജനമാണ്, ഇങ്ങനെ വന്നുകൂടുന്ന ആളുകളാണ്, എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ മനുഷ്യനാണ്, തെറ്റുപറ്റും, ചെറുപ്പമാണ്, തെറ്റുപറ്റിയാൽ എന്താ ചെയ്യേണ്ടത്? ആ തെറ്റിലേക്ക് പോകാതെ തിരുത്തുക എന്നുള്ളതാണ്. തിരുത്താനുള്ള ആർജവം വേടനുണ്ട്. വേടനത് പരസ്യമായി പറഞ്ഞു. പിന്നെ ഈ പറയുന്ന അധീഷ് എന്ന് പറയുന്ന ഓഫീസർ അയാളെ മലയാറ്റൂർ ഡിവിഷന് പുറത്തേക്ക് സ്ഥലം മാറ്റിയിരിക്കുകയാണ്. അയാൾ വിചാരിച്ചത് ഈ സമയത്ത് എനിക്കൊന്ന് സ്റ്റാർ ആകാനുള്ള ഒരു അവസരമാണ്, മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് ശ്രീലങ്കൻ ബന്ധമുണ്ടെന്നൊക്കെ ആരോപിക്കുക. ഇത് വേടൻ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ, എൻ്റെ അമ്മ ശ്രീലങ്കൻ അഭയാർത്ഥിയാണ്. അയാളുടെ ഒരു പാട്ടിൻ്റെ വരി തന്നെ അയാളുടെ അമ്മയെക്കുറിച്ചാണ് പറയുന്നത്, ശ്രീലങ്കയിൽ ജനിച്ച അമ്മയെക്കുറിച്ചാണ് പറയുന്നത്. അത് വേടൻ തന്നെ മുമ്പ് അയാൾ ഒളിച്ചു വെച്ച കാര്യമല്ലല്ലോ. ഇപ്പം ഈ ഉദ്യോഗസ്ഥൻ വന്ന് ഇതിങ്ങനെ പറയണമെങ്കിൽ ഇയാളത് ചിലപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും അങ്ങനെ ഒരു അത് മാത്രമല്ല, അവിടെ ഇപ്പോൾ ശ്രീലങ്കയിൽ പുലികളൊന്നും ഇല്ല, ഭീകര ആ പുലികളെയൊക്കെ ഇല്ലായ്മ ചെയ്തു. അത്തരം ഇയാൾ വിചാരിച്ചിരിക്കും ഒന്ന് ശ്രീലങ്കൻ പുലി എന്നൊക്കെ പറഞ്ഞാൽ ഇനി ഇവിടുത്തെ കാട്ടിലെ പുലി പോലെ വല്ല പുലിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് വേടനെ അനുകൂലിച്ച് ആളുകൾ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, എതിരായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അനുകൂലിച്ച് വന്നൊരു കാരണം ഇരട്ട നീതി എന്നുള്ളതാണ്. അത് ഒരു കേസുണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വേറൊരാൾക്ക് വേറൊരു നീതി, അയാളെ സംരക്ഷിച്ച് നിർത്തുന്നു. ഇപ്പുറത്ത് വേടൻ എന്ന് പറയുന്ന ഒരാളിനെ, അല്ലെങ്കിൽ ആ തരത്തിൽപ്പെട്ട, പണ്ട് കലാഭവൻ മണിയെ അങ്ങനെ ആയിരുന്നല്ലോ, കലാഭവൻ മണി എന്തോ ഒരു ഇടിവളയുടെ എന്തോ ഒരു കേസ് വന്നപ്പോഴത്തേക്ക് കലാഭവൻ മണിയെ ആ തരത്തിൽ, അതും വനം വകുപ്പ് തന്നെയാണെന്ന് തോന്നുന്നു, കലാഭവൻ മണിയെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടായി. അപ്പോൾ ആ തരത്തിൽ ചിന്തിക്കുക എന്നുള്ളതല്ല, എല്ലാവർക്കും ഒരേ നീതി ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് വേടനെ ഇഷ്ടപ്പെടുന്നവരും വേടൻ ആരാന്ന് അറിഞ്ഞുകൂടാത്ത ആളുകൾ പിന്നീട്, അപ്പോൾ വേടൻ ആരാന്ന് അറിഞ്ഞുകൂടാത്തവർ സെർച്ച് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് വേടൻ്റെ പാട്ടുകൾ കേൾക്കുന്നു, അല്ലെങ്കിൽ മക്കൾ ഫോണിൽ കാണിച്ചു കൊടുക്കുന്നു. അമ്മമാർ, അവരിപ്പോൾ ഫോൺ ഉപയോഗിക്കുക, അപ്പോൾ അമ്മമാരോ അച്ഛനോ ഒക്കെ വന്നിട്ട് ചോദിക്കും മക്കളെ ആരാ വേടൻ, അപ്പോൾ വേടൻ്റെ പാട്ട് കേൾപ്പിച്ചു കൊടുക്കുന്നു, കാണുന്നു. അപ്പോൾ വീണ്ടും അവർ വേടൻ്റെ പാട്ട് കേൾക്കുമ്പോൾ അവർ ഓടി വരും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണിപ്പോൾ സംഭവിച്ചത്. അപ്പോൾ വേടന് മുമ്പില്ലാത്ത വിധത്തിലുള്ള പേരും പെരുമയും വേടനുണ്ടായിരിക്കുന്നു. അത് ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ അയാളുടെ എഫർട്ട് കൊണ്ടുണ്ടാക്കിയെടുത്താണ്. ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് വേടം പാടുന്നു എന്നുള്ളത് കൊണ്ട് നാട്ടുകാരെല്ലാം കൂടെ ഓടിക്കൂടത്തൊന്നുമില്ല, എത്രയോ ആളുകൾ വന്ന് പാടുന്നു. അപ്പോൾ ആളുകൾ, ഞാൻ എത്രയോ വീഡിയോ കണ്ടിട്ടുണ്ട്, വേടൻ്റെ ആ റീൽസ് ചെയ്തു, വേടനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് റീൽസ് ചെയ്തിട്ട് ആളുകൾ റീച്ച് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ വേടനെ കാണാൻ പോവുകയാണ്, ബൈക്ക് എടുക്കുന്നു, ഭാര്യയും ഭർത്താവും പോകുന്നു, ആ വേടൻ്റെ അവിടെ ചെന്ന് ഭയങ്കര തിരക്കാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാക്കുന്നു, അവർക്ക് റീച്ചായി. ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം വേടന്റെ കാര്യം പറഞ്ഞു, മണിച്ചേട്ടന്റെ കാര്യം പറഞ്ഞു, ഇവരോട് ഈ രണ്ട് ആൾക്കാർക്ക് എതിരെയും മറ്റുള്ള ആൾക്കാർ കാണുന്ന ഒരു മനോഭാവത്തെ പറ്റി ചേട്ടൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ, ഇപ്പോൾ 2025 ഈ ഒരു കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ ഒരു മനോഭാവത്തോടുകൂടി എന്തിനു വേണ്ടിയിട്ടാണ് ആളുകൾ ഇങ്ങനെ മുന്നോട്ട് വരുന്നത്? നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കണ്ട ഒരു കാര്യം, അങ്ങനെ ഒരു ജാതി ചിന്ത ആളുകൾക്കിടയിലുണ്ടോ, അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഇന്നലെ ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ, ഒരു ലേഡിയാണെന്നാണ് എൻ്റെ ഓർമ്മ, എനിക്ക് മറവി വാദിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ സംസാരിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞ ഒരു കാര്യം, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യർക്കിടയിൽ ജാതി ചിന്തയുണ്ട്. ആ ജാതിയുടെ എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടെന്നല്ല പറയുന്നത്, ഒരു ചെറിയ ശതമാനം ആളുകൾക്കിടയിൽ, ഇപ്പോൾ ഒരു 10-15% ആളുകൾക്കിടയിൽ ജാതി ചിന്തയുണ്ട്. ആ ജാതി ചിന്ത എന്ന് പറഞ്ഞാൽ അന്ധമായ ജാതി ചിന്തയാണ്. ആ എന്തിനേയും ഏതിനേയും അത്തരം ജാതീയമായി കാണുക, അത്തരം വേർതിരിവ് കാണിക്കുക, ആ തരത്തിൽ ചിന്തിക്കുന്ന ഒരു കുറച്ച് ശതമാനം ആളുകൾ, ഒരു 10% ഒന്ന് കൂട്ടിക്കോ ആളുകളുണ്ട്. ഈ 10% ആളുകൾ മതി ഒരു വലിയ കുഴപ്പം ഉണ്ടാക്കി വയ്ക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. പിന്നെ ഈ മനുഷ്യർ എന്തുകൊണ്ട് പാടുന്നു എന്ന് വെച്ചാൽ, വലിയ ഒരു കാലയളവില്ല നമ്മുടെ ആളുകൾ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്ത ആളുകൾ അനുഭവിച്ച ദുരിതം, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നടത്തിയ
എന്താ സമരങ്ങളും പോരാട്ടങ്ങളും എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അവരുടെ ജീവത്യാഗം, ഇങ്ങനെയൊക്കെ ഒരു വലിയ വിഭാഗം ആളുകൾ അടിമകളായി ജീവിച്ച, അത് എല്ലാ നാട്ടിലും, ഇവിടെ നിന്നല്ല എല്ലാ നാട്ടിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അമേരിക്കയിൽ പോലും അടിമകളുണ്ടായിരുന്നല്ലോ, മനുഷ്യനെ അടിമകളാക്കി കൊണ്ടു നടക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എബ്രഹാം ലിങ്കൻ വന്നതിന് ശേഷമാണ് അത് ഇല്ലാതാക്കിയത്. ആ എബ്രഹാം ലിങ്കൻ, അതിൻ്റെ പേരിൽ തന്നെ എബ്രഹാം ലിങ്കനെ അവസാനം അദ്ദേഹത്തിന് ജീവൻ വെടിവെച്ച് വന്നു, അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു. അപ്പോൾ അതെല്ലാ നാട്ടിലും ഏതെങ്കിലും തരത്തിലൊക്കെ ഈ മനുഷ്യന് വർണ്ണത്തിൻ്റെ പേരിലോ വംശത്തിൻ്റെ പേരിലോ ഒക്കെ അധികൃതരായി ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല, നമ്മുടെ മുന്നിലുള്ള ചരിത്രമാണത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ചില മനുഷ്യർക്കിടയിൽ, അപ്പോൾ അവർ എന്നോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനങ്ങനെ ആരോടും നമ്മളുമായിട്ട് വന്ന് മിണ്ടുന്ന ആളുകളോടൊന്നും ജാതി ചോദിക്കാറില്ല, നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ട ആളുകൾ, പക്ഷെ അത് ചോദിക്കുന്ന ആളുകളുണ്ട്. ആദ്യം സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഏതാ ജാതി, ഏതാ മതം, ഇതൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും എല്ലാ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകളിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മൾ ഇടപഴകുന്ന ഇടങ്ങളിലുണ്ട്. അപ്പോൾ ആ ആളുകൾ വലിയ കുഴപ്പക്കാരാണ്, അവർ വലിയ കുഴപ്പം ചെയ്യും. അപ്പോൾ എന്നാൽ പിന്നെ ആ ചിന്തയും പിന്നെ ഒരു എന്താ ഉയർന്ന ചിന്താഗതി എന്ന് വെച്ചാൽ ഞാനൊരു മേലാളനാണ് എന്നുള്ളൊരു മനോഭാവം കൂടെ ആകുമ്പോൾ ഒരാളെ ഇല്ലാതാക്കാം എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ കാണുന്ന ഒരു കാര്യം, ഒരു കേസിൽപ്പെട്ട ഒരാൾക്ക് മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള അഭൂതപൂർവമായ പിന്തുണ. ഇപ്പോൾ കലാഭവൻ മണി മരിച്ചുപോയി, കലാഭവൻ മണിയുടെ പാട്ട് എവിടെ കണ്ടാലും യൂട്യൂബിൽ ഇപ്പോഴും ഹിറ്റാണ്. ആ കലാഭവൻ പാട്ട് പാടുന്ന ആളുകളുടെ പാട്ട് നമ്മൾ കേട്ടിരിക്കും അല്ലെങ്കിൽ കണ്ടിരിക്കും. കലാഭവൻ മണി ഇപ്പോഴും ജീവിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് വേടന് കിട്ടുന്ന വലിയ ആ പിന്തുണ ഇവരെയൊക്കെ ഞെട്ടിച്ചു കളഞ്ഞു. ഇത്രയും പിന്തുണ കിട്ടും എന്ന് വേറെ ചില ആളുകളെ കഞ്ചാവ് കേസിൽ പിടിച്ചതുപോലെ അല്ല ഇവിടെ സംഭവിച്ചത്. അവരെ പിടിച്ചപ്പോൾ ആളുകൾ വന്ന് പിന്നെ അവരുടെ അനുകൂലികളായിട്ടുള്ള ആളുകളൊക്കെയാണ് വന്നിട്ട് കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് തെറി വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വേടൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. വലിയ വിഭാഗം, വളരെ കുറച്ച് ആളുകൾ വേടനെതിരായി പറഞ്ഞു എങ്കിലും അയാൾ തെറ്റിതിരുത്താൻ തയ്യാറാണ്. അപ്പോൾ തെറ്റിതിരുത്താൻ തയ്യാറായി നിൽക്കുന്ന ഒരാളെ, മാപ്പ് പറഞ്ഞിട്ടുള്ള ഒരാളെ, ഞാൻ നന്നാകും എന്ന് പറയുന്ന ഒരാളെ, നിങ്ങൾ എന്നെ കണ്ട് അനുകരിക്കരുത് ചില കാര്യങ്ങൾ എന്ന് പറയുന്ന ആളിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. അത് കണ്ടിട്ടൊന്നും ആരും ഹാലിളകിയിട്ടൊന്നും കാര്യമില്ല.